നിങ്ങൾക്ക് ഛർദ്ദിച്ച് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ആളാണോ? 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. കാരണം 100 രൂപ കിട്ടും. അന്ന് ആ 100 രൂപ എൻ്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലൈഫിൽ അതൊരു എന്താ പറയുക, നമുക്ക് മാനസിക സിറ്റുവേഷൻ അത്. പറഞ്ഞാൽ നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അത്. 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. അവിടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ നല്ലൊരു വെള്ളമടിച്ച് വീട്ടിൽ വന്ന അമ്മേനെ തല്ലുക, ഞങ്ങളെ തല്ലുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വളർന്ന ആളാണ്. അവിടുന്ന് വന്നിട്ട് പിന്നെ അമ്മ, നമ്മൾ പണ്ട് റോഡ് പണിക്ക് പോകില്ലേ, റോഡ് പണിക്ക് പോകുമ്പോൾ പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. റോഡ് പണി എന്ന് പറഞ്ഞാൽ കൊട്ടയൊക്കെ ചുമന്ന് നടക്കണം. അപ്പോൾ അങ്ങനെ അമ്മ റോഡ് പണിക്ക് പോകുന്ന സമയത്ത് ഒരു കൈ പൊങ്ങൂല. എൻ്റെ അമ്മയുടെ ഒരു കൈക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അമ്മ ഒരു കൈ വെച്ചിട്ട് മാത്രം ഇങ്ങനെ കൊട്ട ചുമന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് അമ്മ ജസ്റ്റ് തളർന്ന് വീഴും. തളർന്ന് വീണപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ ഞാനും എന്തെങ്കിലും ചെയ്യണം. ദെൻ ആ സമയത്തൊക്കെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ജോലിക്ക് പോകുന്നുള്ളത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു റൂബിക്ക മരമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൂബിക്ക മരം നമ്മുടെ സ്കൂളിലൊക്കെ പെട്ടിക്കട കാര്യങ്ങൾ ഒരു ആഴ്ചയിൽ 4 ദിവസമൊക്കെ ഞാൻ ക്ലാസ്സിൽ പോകുള്ളൂ. ടീച്ചർമാർക്കൊക്കെ അറിയാം എൻ്റെ സിറ്റുവേഷൻ. അന്നത്തെ കാലത്ത് നമ്മുടെ ടൈൽസിൻ്റെ ജോലിക്ക് പോകുന്ന സമയത്ത് മാർബിൾ ചെടി കോരാൻ, അന്നത്തെ കാലം അറിയാമല്ലോ, മുസ്സേക്കൊക്കെയാണ് ചെടി കോരാൻ നടക്കും. പിന്നെ അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ നടക്കും, പരിക്കും കോരാൻ നടക്കും. അത് അങ്ങനെ ആ ലെവലിലേക്ക് ഞാൻ മാറാൻ തുടങ്ങി. 9ൽ പഠിക്കുന്ന സമയത്ത് ബാറിൽ ജോലിക്ക് പോകണം. ബാറിൽ എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാൻ, അറിയാലോ, പണ്ടത്തെ ക്ലീൻ ബോയ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഛർദ്ദിച്ച് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ആളാണോ? അതൊക്കെ 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ കോരിയിട്ടുണ്ട്. 10 രൂപയ്ക്ക് വേണ്ടി കോരിയിട്ട് 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. കാരണം 100 രൂപ കിട്ടും. അന്ന് ആ 100 രൂപ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ നാട്ടിൽ ഒരു കാലടിയിൽ കരാട്ടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കരാട്ടെ പഠിക്കാൻ ചേരണം. കരാട്ടെ പഠിക്കാൻ ചേരുന്നത് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 9ൽ പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞ ഒരു ബഹുമതി എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് ഇനി ഇത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം എന്ന് തോന്നി. അപ്പോൾ എൻ്റെ മാഷ് എന്നെ കുൻഫു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുൻഫു ബ്ലാക്ക് ബെൽറ്റ് എടുക്കാൻ തുടങ്ങി. അതും പഠിച്ചു. പിന്നെ അത് കൂടാണ്ട് അപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്കിതൊരു ക്ലാസ് തുടങ്ങണം, സ്വന്തമായിട്ട് ക്ലാസ് തുടങ്ങണം. മാഷ് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പ്രീ ഡിഗ്രി പാസ്സാവാണ്. അവിടെ നിന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് വന്ന സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലെ അച്ഛൻ പഞ്ചാബിൽ ആണ് നിൽക്കുന്നത്. ആ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അവിടെ ഒരു സ്കൂളിൽ ജോലി തരാം, ഒരു ഫിസിക്കൽ ട്രെയിനറുടെ ജോലി തരാം, അവിടെ ചെല്ലാണ്, പിന്നെ അവിടെ കരാട്ടെ പഠിപ്പിക്കുകയാണ്. ഈ ആണുങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഞ്ചാബിൽ ആണുങ്ങളുടെ കത്തിയൊക്കെ പിടിച്ച് നടക്കുന്ന സിറ്റുവേഷനാണ്. പക്ഷേ പെണ്ണുങ്ങൾക്ക് തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ അവർ ചെറുപ്പത്തിലെ മുതൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാർഷൽ ആർട്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങളായിരുന്നു കൂടുതലും എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട്. 10-16 ക്ലാസ്സുകളിലും ഭയങ്കര, അങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര ഇൻകം കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ തുടങ്ങി, ഫണ്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്കിത് എന്ത് ചെയ്യണം, നമുക്ക് ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ പോകണം. എനിക്ക് എൻ്റെ നാടാണ് ഇഷ്ടം. ആ പഞ്ചാബിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എൻ്റെ നാട്ടിൽ പോയി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് നിൽക്കണം, എൻ്റെ ആൾക്കാരുടെ അടുത്ത് നിൽക്കണം തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ അവിടുന്ന് നാട്ടിലെത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ജിം തുടങ്ങാൻ തോന്നാണ്. കുറച്ച് ഫണ്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ കാലടിയിൽ തന്നെ എൻ്റെ ഫസ്റ്റ് സംരംഭം ജിമ്മ് ബോഡി ക്രാഫ്റ്റ്, ജിൻ്റെ ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എൻ്റെ ടേണിംഗ് പോയിന്റ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ട്രെയിനിങ് ചെയ്യിക്കാൻ, അതായത് എൻ്റെ ബോഡി ട്രെയിൻ ചെയ്യുന്നതിലും എനിക്കിഷ്ടം മറ്റുള്ളവരെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഒരു 800 പേരുക്കുള്ള എൻ്റെ കീഴിൽ തന്നെ നിന്നിട്ട് ഗൾഫിൽ ജോലിക്ക് പോയിട്ടുണ്ട്. കാരണം 800 കുടുംബങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയെന്ന് അർത്ഥം. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത് കിട്ടും. അത് വെച്ചിട്ട് അവർ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് മറ്റുള്ളവരെ രക്ഷപ്പെടുക, മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യിക്കുക, മറ്റുള്ളവരെ രക്ഷപ്പെടുക, അതാണ് മനസ്സിലുണ്ടായ ഏറ്റവും കൂടുതൽ ഒരു മാനസിക സുഖം. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. ഭയങ്കരമായിട്ട് തളർത്തുന്ന ആൾക്കാരെ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് 2 കൈയും പൊങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നീ ജിമ്മൊന്നും ചെയ്യരുത്, ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒടിഞ്ഞു പോകും, ലാസ്റ്റ് ഒരു സിറ്റുവേഷൻ ആവരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഡോക്ടർ പറഞ്ഞ് കേട്ട് ജിമ്മിലൊന്നും പോകാണ്ട് ഇങ്ങനെ പോകുന്നു. ജിമ്മിലൊക്കെ ഞാൻ പോയിരിക്കും, മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് പറ്റാത്ത രീതിയിൽ പോയിരിക്കും. പക്ഷേ എന്നാലും ഞാൻ പയ്യെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. കാരണം കേബിൾ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നല്ല ബിൽഡറായി. അത് കഴിഞ്ഞപ്പോഴാണ് നല്ല ബിൽഡറായി ഞാൻ സൗത്ത് ഇന്ത്യ മെഡൽ വന്നു, ഗോൾഡ് മെഡൽ വന്നു. അപ്പോൾ പേപ്പറിൽ ഫുൾ ഫോട്ടോ വന്നപ്പോൾ ഞാൻ ആ ഡോക്ടറെ വിളിക്കാണ്. ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കിങ്ങനെ ഒരു മെഡൽ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താ ഡോക്ടർ നിങ്ങൾ ആരെയും തളർത്തരുത്. കാരണം ഡോക്ടർ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അനങ്ങാതിരുന്നായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് അച്ചീവ്മെൻറ്റ് ചെയ്യില്ല. അപ്പോൾ തന്നെ ഡോക്ടർ